ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ് ആയ കൊളാബറേറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, അവർ കാത്തിരുന്ന ഒരു ഫീച്ചേഴ്സ് ആയിരുന്നു കൊളാബറേറ്റ് എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് ഉണ്ടായിരുന്നു, പക്ഷേ യൂട്യൂബിൽ വരും എന്ന് പറഞ്ഞ് ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ഒരു ഫീച്ചേഴ്സ് ആയിരുന്നു കൊളാബറേറ്റ്. ഇതിൽ 5 പേർക്ക് വരെ കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. നിങ്ങൾ കൊളാബ് ചെയ്യുന്നത് ആരെയാണോ ആ യൂട്യൂബേഴ്സിന്റെ വ്യൂവേഴ്സിലേക്കും നിങ്ങളെ വീഡിയോ റീച്ച് ആയിട്ട് അവിടത്തേക്ക് എത്തും. അതിൽ കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബിനെയും വ്യൂവേഴ്സിനെയും നേടാവുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങൾ ആയിക്കോട്ടെ, ഷോർട്ട് ആയിക്കോട്ടെ, ഏത് വീഡിയോ ആണോ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് വീഡിയോ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ഓപ്ഷനായ ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന്. ഇത് മിക്കവാറും എല്ലാവർക്കും ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അഥവാ വന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് എന്താണെന്നുള്ള വ്യക്തമായ എക്സ്പ്ലനേഷൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് വരുന്നത് യു ആർ ഇൻ കൺട്രോൾ, ഓൺലി യു ക്യാൻ മേക്ക് ചേഞ്ച് ടു ദ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഇത് ചേഞ്ച് ആക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 5 പേർക്ക് നമുക്ക് കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ടാവും. ഇത് 5 പേർക്കും ഇതിൽ നിങ്ങൾക്കല്ലാതെ ഇതിൽ നിങ്ങൾ ഒരു വീഡിയോയും ചേഞ്ച് ചെയ്യാനോ ഒന്നും മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് എക്സ്റ്റെൻഡഡ് റീച്ച്, will help your video reach your collaborators audience. ഇതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകതയും സവിശേഷതയുമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ കൊളാബ് ചെയ്ത വ്യക്തിയുടെ വ്യൂവേഴ്സിലേക്കും നമ്മളുടെ വീഡിയോ എത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് ഇത്. അപ്പോൾ അതൊന്ന്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുൾ ഓണർഷിപ്പ് ആണ്. യു കീപ്പ് ഓൾ ദി റവന്യൂ, വ്യൂസ് ആൻഡ് വാച്ച് ടൈം ഫ്രം ദി വീഡിയോ. ഈ വീഡിയോയിൽ കിട്ടുന്ന റവന്യൂ ആയിക്കോട്ടെ, അതിൻ്റെ വാച്ച് അവേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ ഇൻവൈറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഉറപ്പുള്ള വ്യക്തികളിലേക്ക് അയക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ശേഷം ബാക്കോട്ട് പോവുക. നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഈ സെർച്ച് ഫോർ എ ചാനൽ എന്നുള്ളതിൽ നിങ്ങൾ ഏത് ചാനലിലാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ കൂടുതലും കാണുന്ന ഒരു ചാനലാണ് M4 ടെക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ M4 അടിക്കുമ്പോൾ തന്നെ മുകളിൽ തന്നെ വന്നു. M4 ടെക് എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ചെയ്തു. അതിനുശേഷം ഇവിടെ കാണുന്ന അലോ അനാലിറ്റിക്സ് വ്യൂയിങ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം ക്രിയേറ്റ് ലിങ്ക് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം ബാക്കോട്ട് തന്നെ വരിക. അപ്പോൾ ഒരാൾക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾ ബാക്ക് വരിക, വീണ്ടും ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ ചാനൽ ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചാനൽ തന്നെയാണ് J4 ടെക് എന്നുള്ളതാണ്. J4 ടെക് ഓക്കെ, മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തു. അതിലും അതേ പ്രോസസ്സിംഗ് തന്നെയാണ്. അലോ അനലിസ്റ്റിക് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കൊടുക്കുക. വീണ്ടും ക്രിയേറ്റ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിങ്ക് കോപ്പി ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ആൾക്കും ഇൻവൈറ്റ് പോയി കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ബാക്ക് വരിക. ബാക്ക് വന്ന് നിങ്ങൾക്ക് മൂന്നാമത്തെ ആൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ആൾക്ക് ഞാൻ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ടെക് പരമായ വിഷയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഏത് വിഷയപരമായിട്ടുള്ള ഏത് യൂട്യൂബേഴ്സിനും നിങ്ങൾക്ക് ഈ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ നൽകുന്നത് കൊതിയൻസ് എന്നുള്ള ഒരു ചാനലാണ്. ഞാൻ കൂടുതൽ കാണുന്ന ചാനലായതുകൊണ്ട് തന്നെയാണ് ഇത് നൽകുന്നത്. കൊതിയൻസ് അതും അതേ പ്രോസസ്സിംഗ് തന്നെയാണ്. അലോ അനലിസ്റ്റിക് ഓപ്പൺ ആക്കി കൊടുക്കുക, ക്രിയേറ്റ് ലിങ്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞാൽ ബാക്ക് വരിക. ബാക്കിയുള്ളതൊക്കെ സെയിം പ്രോസസ്സിംഗ് ആണ്. സാധാരണ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്തത് ആ രീതിയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്.